ഗാസയിലെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇത് ശരിയാണോ? അല്ല, ട്രംപ് ഇക്കാര്യത്തിനകത്ത് നേരത്തെ ചില നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറയുകയും ചെയ്തു ഇനി ഗാസ അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഗാസയ്ക്ക് ഇനി ഒരു പുതിയ മുഖമായിരിക്കും വരാൻ പോകുന്നത്. അവിടെയുള്ളവരെല്ലാം തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം പേര് മറ്റ് ചില രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. പക്ഷെ അവരാരും തയ്യാറായില്ല. 20 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഗാസയെ വലിയ ഒരു രീതിയിൽ പുനരാവിഷ്കരിക്കും, ടൂറിസത്തിന് സാധ്യത കൊടുത്തുകൊണ്ട്. ഒരു ശവപ്പറമ്പായി കിടക്കുന്ന ഇടമാണ് ഈ ഗാസയെ പറ്റി. UN തന്നെ പഠനസമിതി റിപ്പോർട്ട് തന്നെ പറഞ്ഞത് ഗാസ ഇനി പൂർവ്വസ്ഥിതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ 350 വർഷമെങ്കിലും എടുക്കുമെന്നുള്ളതാണ്. ഇത് ട്രംപിനെ പോലുള്ള ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ കൂടിയല്ലേ. അപ്പോൾ ആ തരത്തിൽ അവർക്ക് ഇതിന് 350 ദിവസം മതി ഇതിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് ഇവിടം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കഴിയുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ട്രംപ് ഒന്നും പറയുകയും ചെയ്തിട്ടില്ല. പിന്നെ ഇതേ അവസരത്തിൽ വെടിനിർത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ ഉണ്ടായി, പക്ഷേ അതിനുശേഷവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഗാസയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വീണ്ടും അവസരം കിട്ടുമ്പോൾ അത് അവർ കയറി വരും. ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് അവർ ഈ പഹൽഗാമിൽ കയറി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അതുപോലെ ഈ ഗാസയുടെ കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അവർക്കൊക്കെ തന്നെ ഈ ഗാസയുടെയൊക്കെ നീക്കം എന്ന് പറയുന്നത് ഈ ജൂതന്മാരുടെ രാജ്യം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം, ജൂതന്മാരെയും ഭൂമിയിൽ നിന്ന് നീക്കണം എന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ നമുക്കറിയാം ഇറാനൊക്കെ ആ അവസരത്തിൽ ഇത് ഗാസ ഇസ്രായേൽ പോര് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറാൻ ഒരു വെള്ളിയാഴ്ച നടത്തിയ മതനേതാവിൻ്റെ പ്രഭാഷണം അതിൽ പറഞ്ഞത് നമുക്ക് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കാം, ലോകത്തുള്ള നമുക്ക് ഈ ഇസ്രായേലിനെ ഇവിടെ നിന്ന് ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാം, ജൂതന്മാരെ മുഴുവൻ ഇല്ലാതാക്കണം എന്നാണ്. പക്ഷെ അതൊന്നും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും കേട്ടില്ല. ഇറാൻ ഒക്കെ തീവ്രമായിട്ട് നിൽക്കുന്നവരാണ്, അവരത് മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ആ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്നൊക്കെ എന്ന് പറയുന്നത് അവരവരുടെ കാര്യം നോക്കി അവരുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയും മറ്റും നോക്കിയാണ് പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ത്യ തന്നെ പാകിസ്ഥാൻ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മറ്റ് ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറഞ്ഞ എന്താണ്, മോദിജിയോട് പറയൂ പിന്നെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുത് എന്ന്. കാര്യം എന്താണ്, ഇന്ത്യയും ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദിയും ഒക്കെയായിട്ട് എത്രത്തോളം വലിയ ബന്ധമാണുള്ളത്. മോദി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്ന വേളയിലാണ് ഈ പഹൽഗാമിലെ ആക്രമണം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തി. അപ്പോൾ അത്രയും ബന്ധമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായിട്ടുള്ളത്. ഇപ്പോൾ സൗദി, ഖത്തർ എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയും അവരുടെ സമ്പൽ സമൃദ്ധിയും അവരുടെ ക്ഷേമവും മാത്രം നോക്കി പോകുന്നവരാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാനെ പോലെ ആയിരിക്കണം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവർ പണം മുഴുവൻ ചെലവഴിക്കുന്നത് തീവ്രവാദത്തിനാണ്, അല്ലാതെ വേറൊന്നിനും വേണ്ടി അവർ പണം ചെലവഴിക്കുന്നില്ല. അവരുടെ നാട്ടിലെ പ്രജകളുടെ ആരോഗ്യമോ വിദ്യാഭ്യാസമോ ക്ഷേമപ്രവർത്തനങ്ങളോ ഒന്നിലുമല്ല അവരുടെ ശ്രദ്ധ. എത്രത്തോളം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാമോ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാമോ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗാസയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ ഈ ഗാസയെ ഒക്കെ തന്നെ നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് ഇങ്ങനെ പറയുകയും മറ്റും ചെയ്തത്. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസയോട് അടങ്ങാത്ത പകയുണ്ട്. ഈ ഹമാസാണല്ലോ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത്. അതിൽ അടങ്ങാത്ത പകയുള്ളവരാണ് ഇസ്രായേൽ.
ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ ഈ ഭൂമിയിൽ സ്വർഗം തീർത്തവരാണ്. അവരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ എത്രത്തോളം അധ്വാനിച്ചു. അവർ മരുഭൂമിയിലാണ് അവർ ഈ സ്വർഗം തീർത്തതെന്ന് ആലോചിക്കണം. ഈ ജൂതന്മാരെ മുഴുവൻ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി കഴിഞ്ഞാൽ പിന്നെ തലയിൽ ആൾതാമസമുള്ള എത്ര പേരുണ്ട് ഈ ഭൂമുഖത്ത്? അപാര തലയല്ലേ ഇവരുടെ, ഈ ജൂതന്മാരുടെ അപാര തല എന്ന് പറഞ്ഞാൽ ബുദ്ധി രാക്ഷസന്മാരാണ്. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായതുകൊണ്ട് ഇസ്രായേൽ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു പറച്ചിൽ മാത്രമേ ആകുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ US നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഈ ട്രംപ് എപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേലിന് വേണ്ടതായ സാമ്പത്തിക കാര്യങ്ങളായാലും ആയുധ കാര്യങ്ങളായാലും നൽകുന്നത് ആര് തന്നെയാണ്? അമേരിക്ക തന്നെയാണ് കിട്ടുന്നത്. അമേരിക്കയുടെ ഒരു വലിയ പിൻബലം ഉണ്ടെന്നുള്ളതാണ്. ട്രംപ് കാര്യത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വെടിനിർത്തൽ അംഗീകരിച്ചു എന്ന് തന്നെ. ഇപ്പം മാർച്ച് മാസത്തിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ ഒന്ന് മാറ്റി നിർത്തിയിരുന്നു, വീണ്ടും തുടങ്ങിയതാണ്. അപ്പം ഇപ്പം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഇത് ഇലക്ഷന് മുന്നോടിയായിട്ട് ട്രംപ് പറഞ്ഞിരുന്ന ഏറ്റവും മെയിൻ കാരണമാണ് റഷ്യ ഉക്രൈൻ, അതേപോലെ തന്നെ ഈ ഇസ്രായേൽ ഗാസ ഈ ഒരു പോരാട്ടം, ഈ ഒരു യുദ്ധം ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അവസാനിപ്പിക്കുന്ന അതായിരിക്കും, സമാധാനത്തിൻ്റെ ചിറകുകൾ ഞാൻ വിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇലക്ഷൻ പ്രചരണങ്ങൾ തന്നെ നടത്തിയത്. അപ്പോൾ ഇത് പല രീതിയിൽ ഇദ്ദേഹം ചർച്ചകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഈ ചെറിയ യുദ്ധമായിരുന്നത് വലിയ യുദ്ധത്തിലേക്കും ഇപ്പം ഏകദേശം 19 മാസം നീളുന്നു ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ വലിയൊരു പോരാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊരു ഫലം കാണാതല്ലേ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷം തന്നെ ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് ഇത് നിർത്തലാക്കിയത്. വ്യാപാര ബന്ധം ഏർപ്പെടാം എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു. അത് ഈ US കോടതിയിൽ ഇപ്പോൾ ഈ തീരുവ യുദ്ധത്തിനെതിരെ, ഇറക്കുമതി തീരുവയ്ക്കെതിരെ ഫയൽ ചെയ്തിരുന്നു US ട്രംപിനെതിരെ. അപ്പം അത്തരത്തിൽ US കോടതിയിലും ട്രംപ് പറഞ്ഞത് ഞാൻ ഒരു വ്യാപാര ബന്ധം ഇന്ത്യയും പാകിസ്ഥാനുമായി സ്ഥാപിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടുത്തെ യുദ്ധം തന്നെ ഒഴിവായത് എന്നുള്ള തരത്തിൽ. പക്ഷെ അത് ഇന്ത്യ വീണ്ടും ആ ഒരു ഇത് തെറ്റാണെന്നുള്ളത് ഇന്ത്യ വീണ്ടും വാദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഈ പറച്ചിലല്ലാതെ യാതൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്ത്യ ഇതിൽ നിന്ന് പിന്മാറാൻ കാരണം ട്രംപ് അല്ല എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ സത്യമാണ്. ഇന്നലെ പാകിസ്ഥാൻ പോലും ഇത്തരത്തിൽ പാകിസ്ഥാന് മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള ഒരു ഇപ്പം നമ്മുടെ ശശി തരൂരൊക്കെ പോയതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാന് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യാനിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് തിരിച്ചിട്ട് ബ്രഹ്മോസ് അയച്ചത് എന്നുള്ളത് പച്ചവെള്ളം പോലെ തുറന്നു പറഞ്ഞിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് ട്രംപ് വന്നു എന്നുള്ളത് കള്ളമാണ്. അപ്പോൾ ആ കള്ളം ഇപ്പോൾ വീണ്ടും ഇന്ത്യ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതല്ല കാരണമെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ട്രംപ് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഇങ്ങനെ ഓരോ ചർച്ചകൾ പറയുന്നു എന്നല്ലാതെ യുദ്ധം എങ്ങും അവസാനിക്കുന്നില്ല. ഒരു പക്ഷേ ഇതിന് ചർച്ചകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിലേക്കും മറ്റുള്ള രാജ്യങ്ങൾ ഇടപെട്ടുള്ള ചർച്ചകളിലേക്കും അല്ലേ പോകേണ്ട. അല്ലെങ്കിൽ പിന്നെ ഈ പലസ്തീൻ എന്ന് പറയുന്നത്, പലസ്തീൻ ജനത ഒരു പക്ഷേ എന്ത് തെറ്റാണ് ചെയ്തത്? സിവിലിയൻസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹമാസ്, ഗാസ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേലിനെ തിരിച്ചടിച്ചതും കാര്യം. പക്ഷെ ഒരുപാട് ജീവനുകൾ നഷ്ടമാവുന്നുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥമാവുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തായാലും അവരും സിവിലിയൻസ് ആണ്, വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല. ട്രംപിനെ ഇനിയും വിശ്വസിക്കാമോ? അല്ല, യുദ്ധം നടക്കുന്ന ഇടങ്ങളിലെ രാജ്യത്തെ ജനങ്ങളൊന്നും പഴിച്ചിട്ടില്ല. അവരെ തെറ്റുകാരുമല്ല, അവരെ പഴി പറയുന്നില്ല. ഇവിടെ എല്ലാ ഇടങ്ങളിലുമുള്ള ഈ തീവ്രവാദം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലസ്തീനിൽ പലതരത്തിലുള്ള ഗാസയിൽ അറ്റാക്ക് നടത്തി എന്ന് പറയുന്നുണ്ട്. അവർ ആശുപത്രിക്കകത്തും ഒക്കെയല്ലേ ഈ ഭീകരന്മാർ ഒളിച്ചിരുന്നത്, അഭയാർത്ഥി ക്യാമ്പുകളിൽ, കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മറ്റുള്ളവർ. പക്ഷെ അവിടുത്തെ സിവിലിയൻസിന് ഈ തീവ്രവാദികൾക്കെതിരെ അവരെയും ബ്ലാക്ക്മെയിൽ ചെയ്തും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ ഉള്ളിൽ തന്നെ ഒളിച്ചു കഴിയാണ്. പാകിസ്ഥാൻ ജനതയ്ക്ക് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയോ സൈന്യത്തിനെതിരെയോ വെടിവെച്ചു കൊല്ലത്തില്ല. അതുപോലെ തന്നെയാണ് ലോകത്ത് ഇത്തരത്തിൽ ഈ ഭീകരവാദം എല്ലാം തന്നെ
എല്ലാവരെയും അമർച്ച ചെയ്തുകൊണ്ടല്ലേ നിൽക്കുന്നത്, അല്ലാതെ ആരെങ്കിലും ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടല്ല നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഗാസയുടെ കാര്യത്തിനകത്ത് അമേരിക്ക ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് വെടിനിർത്തൽ ഉണ്ടാകും, പക്ഷേ അതൊക്കെ ഒരു താൽക്കാലികമാകാനേ സാധ്യത ഉള്ളൂ.